സർവത്ര ദേവീ നാമസങ്കീർത്തനം മഹാദേവ്യൈ നമഃ. അമ്മേ എന്നുടെ മാനസത്തിൽ സതതം വാഴുന്നു നീ സൗമ്യയായി. ചെമ്മേ എന്നുമെനിക്കു നീ തുണയതായി മേവുന്നു സർവേശ്വരി. മുമ്പേ നിന്നെ നമിച്ചു ഞാൻ എഴുതിയോരാഗാനമത്യാദരം. തന്നേഹാശുഭമായി ലസിച്ചു ഭുവനേ എന്നാറ്റുകാലീശ്വരി. ആറ്റുകാലമ്മേ ശരണം, ദേവീ ശരണം അമ്മേ. സുപ്രഭാതം, ശുഭദിനം എല്ലാ ധന്യാത്മാക്കൾക്കും. പുലർകാല വന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ യജ്ഞവേദിയിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സുസ്വാഗതം. സപ്തമസ്കന്ധത്തിലെ 2ാമത്തെ അധ്യായമാണ് നാം പറഞ്ഞു നിർത്തിയത്. ഇന്നു മുതൽ അടുത്തതായിട്ടുള്ള 3ാം അധ്യായത്തിലേക്കാണ് പോകുന്നത്. സുകന്യ ചരിതം ആണ് തുടർന്ന് കൊണ്ടുപോകുന്നത്. കഴിഞ്ഞ അധ്യായത്തിൽ നാം കണ്ടു, കാട്ടിലേക്ക് നായാട്ടിന് പോയ രാജാവിൻ്റെ കൂടെ അച്ഛനായിട്ടുള്ള ശര്യാദിയുടെ കൂടെ മകളായ സുകന്യയും പോയി. തിരിച്ചു വന്ന അവർക്കെല്ലാം മലമൂത്ര വിസർജനത്തിന് കഴിയാതെ കണ്ട് വന്നപ്പോഴാണ് രാജാവ് എല്ലാവരെയും വിളിച്ച് ചോദിക്കണു, എന്തെങ്കിലും മരുതാത്തത് അവിടെ നടന്നിട്ടുണ്ടോ എന്നുള്ളത്. അതിനെ തുടർച്ചയായിക്കൊണ്ടിതാ ഇവിടെ പറയുകയാണ്. ചിന്താപരവശനായിട്ടുള്ള രാജാവ് സൈനികന്മാരെ എല്ലാം വിളിച്ചതാ ചോദിച്ചു, എന്തായാലും അവരൊന്നും മരുതാത്തതൊന്നും നടന്നിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പക്ഷേ ആ സൈനികരും എല്ലാവരും സ്വന്തം അച്ഛനും പീഡിതനാണ് എന്ന് കണ്ടപ്പോഴാണ് പതുക്കെ മകളായ സുകന്യ വന്നത്. എന്നിട്ട് അച്ഛനോട്, രാജാവിനോട് പറഞ്ഞു, ഞാൻ അവിടെ ക്രീഡിച്ചുകൊണ്ട് ആ വനത്തിൽ സഞ്ചരിക്കുന്ന സമയത്ത് ഈ ഔഷധച്ചെടികളൊക്കെ ഇരിക്കുന്നതായിട്ടുള്ള ആ സ്ഥലത്ത് ഒരു മൺപുറ്റ് കാണാനിടയായി. ആ പുറ്റിൽ 2 ദ്വാരങ്ങളുണ്ടായിരുന്നു. ആ ദ്വാരങ്ങളിൽ കൂടി മിന്നാമിനുങ്ങിനെ പോലെയുള്ള 2 പ്രകാശം ഞാൻ ആ ദ്വാരങ്ങളിൽ കൂടി വരുന്നത് കണ്ടു. മിന്നാമിനുങ്ങാണോ എന്താണ് അത് എന്ന് സംശയിച്ച ഞാൻ ഒരു മുള്ളുകൊണ്ട് ആ ദ്വാരങ്ങളിൽ കുത്തിയെന്നാണ് പറയണത്. അപ്പോൾ ആ മുള്ള് നനഞ്ഞ് അതിൽ രക്തം കനിയുന്നതായിട്ട് ഞാൻ കണ്ടു. ആ കുത്തുന്ന സമയത്ത് അകത്തു നിന്ന് ഹാഹാ എന്ന് ആരോ വേദന കൊണ്ട് ഒരു ശബ്ദം പുറപ്പെടുവിച്ചതും ഞാൻ കേൾക്കുകയുണ്ടായി. എന്താണ് എന്ന് ഞാൻ പെട്ടെന്ന് ആലോചിച്ചു, പരിഭ്രമിച്ചു. ആ പുറ്റിനുള്ളിൽ ആരെയാണ് ഹിംസിച്ചത്, എന്താണ് ചെയ്തത് എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നിങ്ങനെ അവിടെ നടന്ന കാര്യങ്ങളെ അച്ഛനായിട്ടുള്ള ശര്യാദിയോട് പറഞ്ഞു. മകൾ പറഞ്ഞത് കേട്ടപ്പോൾ ശര്യാദിക്ക് മനസ്സിലായി, അതിനുള്ളിലുള്ള ഏതെങ്കിലും ഒരു മുനിയെ, ഒരു ഋഷിയെ, ഒരു താപസികനെ ആണ് ഇത്തരത്തിൽ വേദനിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ടാവാം
അങ്ങോട്ട് പോയ എല്ലാ സൈനികർക്കും തനിക്കും ഈ മലമൂത്ര വിസർജനത്തിന് നിരോധമുണ്ടായിരിക്കുന്നത്, അതുകൊണ്ടുള്ള അസ്വസ്ഥതകൾ അനുഭവപ്പെടുന്നത് എന്ന് ആലോചിച്ച രാജാവ് എല്ലാവരെയും കൂട്ടിയിട്ട്, തൻ്റെ മകളെയും കൂട്ടിയിട്ട് ആ പുറ്റിൻ്റെ അടുത്തേക്ക് ചെന്നു. അവിടെ അദ്ദേഹം വൃദ്ധനും തപസ്വിയും ദുഃഖിതനുമായിട്ടുള്ള ച്യവനൻ എന്ന ഋഷിയെയാണത്രേ കണ്ടത്. ആ മുനിയുടെ ശരീരമെല്ലാം പുറ്റുകൊണ്ട് നിറഞ്ഞിരുന്നു. തപസ് ചെയ്ത സമയത്ത് ആ മൺപുറ്റെല്ലാം അദ്ദേഹം മാറ്റി. തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ച്യവനനെ കണ്ട ഉടനെ തന്നെ മനസ്സിലായി തൻ്റെ പുത്രി മുള്ളെടുത്ത് കുത്തിയത് അദ്ദേഹത്തിൻ്റെ കണ്ണുകളിലേക്കായിരുന്നു എന്നുള്ളത്. ഉടൻ തന്നെ ദണ്ഡനമസ്കാരം ചെയ്തു. കൈകളെ കൂപ്പിക്കൊണ്ട് അദ്ദേഹത്തിനെ നമസ്കരിച്ചു കൊണ്ട് പറഞ്ഞു, ഹേ ഋഷി, എൻ്റെ മകള് ഇതാ ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വലിയൊരു അപരാധമാണ് ചെയ്തത്. അറിവില്ലായ്മ നിമിത്തം ബാലികയായിട്ടുള്ള എൻ്റെ മകള് ചെയ്തു പോയ അപരാധം അങ്ങ് ക്ഷമിക്കണം. ക്ഷമാശീലവും ക്രോധമില്ലാത്തവരുമാണ് അങ്ങയെപ്പോലെയുള്ള തപസ്വികൾ എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ മകളോട് അങ്ങ് ക്ഷമിക്കണം എന്ന് അദ്ദേഹം കൈകൂപ്പിക്കൊണ്ട് ച്യവനനോട് അഭ്യർത്ഥിച്ചു. തുടർന്ന് കൊണ്ട് വ്യാസം പറയുകയാണ്, ഇങ്ങനെ രാജാവായ ശര്യാദി പറഞ്ഞത് കേട്ട ച്യവനൻ അതീവ ദുഃഖിതനാണെങ്കിലും വിനയത്തോടുകൂടി രാജാവിനോട് പറഞ്ഞു, രാജന്നാഹം കദാചിദ്വൈ കരോമി ക്രോധമണ്വഭി ന മയ്യാദ്യൈവ ശപ്തസ്ത്വം ദുഹിത്രാ പീഡനേ കൃതേ. ച്യവനൻ പറയുന്നു, രാജാവേ, ഞാനൊരിക്കലും കോപിക്കാറില്ല. അങ്ങയുടെ മകൾ ദ്രോഹം ചെയ്തിട്ട് ഞാൻ ഉടൻ അവളെയോ അങ്ങയെയോ ഒന്നും ശപിച്ചില്ലല്ലോ. പക്ഷെ ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ കണ്ണുകൾക്ക് ഇപ്പോൾ കേടുപറ്റി, കാഴ്ചശക്തി നഷ്ടപ്പെട്ടു. ഈ മുള്ളെടുത്ത് കുത്തിയത് എൻ്റെ കണ്ണുകളിലേക്കായിരുന്നു. മകൾ ചെയ്തു പോയ ഈ കുറ്റം കാരണം അങ്ങും ഇപ്പോൾ അതീവ ദുഃഖിതനാണ് എന്നെനിക്കറിയാം. ഒരു ദേവിയെ തപസ് ചെയ്തുകൊണ്ട് ഭജിച്ചുകൊണ്ടാണ് ഞാനിവിടെ ഇരുന്നത്. അതിൽ നിമഗ്നനായിരുന്ന ഞാൻ എൻ്റെ ശരീരം പോലും മൺപുറ്റുകൾ വന്ന് മൂടിയതിനെ അറിഞ്ഞിരുന്നില്ല. പക്ഷെ ദേവി ഭക്തനോട് വലിയ അപരാധം ചെയ്ത ആരാണ്? അത് സാക്ഷാൽ ശിവൻ തന്നെയാണെങ്കിലും അവനെ രക്ഷിക്കാനുണ്ടെങ്കിലും ശിവൻ തന്നെ വന്ന് രക്ഷിക്കാനുണ്ടെങ്കിലും ദേവീഭക്തനെ ദുഃഖിച്ചവർക്ക് ഒരിക്കലും സുഖം ലഭിക്കുകയില്ല. ഹേ രാജൻ, ഞാനിപ്പോൾ നേത്രഹീനനാണ്, വൃദ്ധനാണ്, കാട്ടിലൊറ്റയ്ക്ക് കഴിയണു. അന്ധനായിരിക്കുന്ന എന്നെ പരിചരിക്കാനായിട്ട് ഇവിടെ ആരും തന്നെയില്ല. കാഴ്ചശക്തിയും നഷ്ടപ്പെട്ടിരിക്കുന്നത് കാരണം കൊണ്ട് നിത്യവൃത്തികൾ പോലും ചെയ്യാൻ എനിക്ക് കഴിയില്ല. ഒരു ഭക്ഷണം ഉണ്ടാക്കുവാനോ ഇതാ കുറച്ച് ജലം നദിയിൽ നിന്നും കൊണ്ടുവരുവാനോ എൻ്റെ നിത്യകർമാനുഷ്ഠാനങ്ങൾ ചെയ്യാനോ ഒന്നും എനിക്ക് സ്വയം ചെയ്യാത്ത ഒരു അവസ്ഥയിലാണ് ഞാനുള്ളത്. പരസഹായമില്ലാതെ, അല്ലെ, കണ്ണ് കാണുന്നില്ല എന്ന് പറഞ്ഞാൽ പിന്നെ പരസഹായമില്ലാതെ ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. എന്നിങ്ങനെയൊക്കെ ച്യവന ഋഷി പറഞ്ഞപ്പോഴാണ് രാജാവ് പറഞ്ഞത്, അങ്ങ് ദുഃഖിക്കേണ്ട, അങ്ങയെ പരിചരിക്കാനായിട്ട് സേവിക്കാനായിട്ട് ധാരാളം സേവകർ
സദാ ഞാനിവിടെ നിർത്താമുണ്ടാവും. അതുകൊണ്ട് ആരും പരിചരിക്കാനില്ല, നോക്കാനില്ല എന്ന് പറഞ്ഞ് അങ്ങ് വിഷമിക്കണ്ട. ഞാൻ കുറേ സൈനികരെ ഞാനിവിടെ അങ്ങയുടെ എല്ലാ ആവശ്യങ്ങൾക്കുമായിട്ട് സഹായത്തിനായിട്ട് നിർത്താം എന്ന് രാജാവ് പറയണു. രാജാവ് പറഞ്ഞത് കേട്ട ചവനൻ എന്താ പറയുന്നത് എന്നുള്ളതിനെ നമുക്ക് ഇന്ന് സമയം കഴിഞ്ഞിരിക്കുക, കാരണം നാളെ അവലോകനം ചെയ്തു കൊണ്ടുപോകാം. ഇന്ന് ഇവിടെ തന്നെ നിർത്തുന്നു. എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് ശ്രീ മഹാദേവ്യൈ നമഃ.